നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹണി റോസ് ഇൻസ്റ്റഗ്രാമിലിട്ട ഒരു പോസ്റ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രമുഖനെ കുറിച്ചിട്ടാണ് ഹണി റോസ് ആ പോസ്റ്റ് ഇട്ടിരുന്നത്. ഒരു പ്രമുഖൻ ഹണി റോസിന്റെ പുറകെ നടന്ന് ദ്വയാർത്ഥ പ്രയോഗങ്ങളിലുള്ള കമന്റുകളൊക്കെ അടിക്കുന്നു. ഇനി അത്തരത്തിലുള്ള കമന്റുകൾ തുടർന്നു കഴിഞ്ഞാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഹണി റോസ് ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതിനെക്കാട്ടിൽ വലിയ അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂസും കൂടി വന്നിട്ടുണ്ട്. ആ ന്യൂസ് ഞാൻ നിങ്ങളെ ഒന്ന് ആദ്യം കാണിച്ചു തരാം. പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്, ഹണി റോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താഴെ സ്ത്രീവിരുദ്ധ കമന്റ് ഇട്ട കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. 30 പേർക്കെതിരെ കേസെടുത്തു എന്നുള്ള വാർത്ത തൊട്ടു മുമ്പ് അഖില നമുക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അഖില നന്ദകുമാർ, എറണാകുളം പനങ്ങാട് എന്നാണ് ആദ്യത്തെ അറസ്റ്റ്. അഖില, ആരാണ്? കുമ്പളം സ്വദേശിയായിട്ടുള്ള ഷാജിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. വേണമെങ്കിൽ ഒരു സൈബർ പരാതിയിൽ മണിക്കൂറുകൾക്കകം തന്നെ അറസ്റ്റ് ഉണ്ടാകാമെന്ന് കൊച്ചി പോലീസ് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും ഹണി റോസ് ഇന്നലെ രാത്രി വൈകിയാണ് പരാതി നൽകുന്നത്. തുടർന്ന് 30 പേർക്കെതിരെ കേസെടുത്ത പോലീസ് ഇപ്പോൾ ആദ്യ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. ഹണി റോസ് ഇന്നലെയാണ് പേരെടുത്തു പറയാതെ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടത്. ഇതിനു താഴെ അശ്ലീല കമന്റ് ഇട്ട കുമ്പളം സ്വദേശിയായ 60-കാരൻ ഷാജിയാണ് പോലീസിന്റെ പിടിയിലായത്. നടിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. അശ്ലീല കമന്റുകളുമായി അധിക്ഷേപം നടത്തിയ 30 പേർക്കെതിരെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് ഹണി റോസ് പോലീസിൽ പരാതി നൽകിയത്. ഇവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചെന്നും കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നും കൊച്ചി DCP അശ്വതി ജുജി വ്യക്തമാക്കി. ഈ വാർത്ത കേട്ടപ്പോഴുണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു അറുതി വരുത്തേണ്ട സമയമായി. ഇങ്ങനെ സ്പോട്ടിൽ ആക്ഷൻ എടുത്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നികൃഷ്ട ജന്മങ്ങളുടെ ശല്യം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഇതുപോലെ കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ പോസ്റ്റിന്റെ അടിയിൽ പോയി അഭിപ്രായം പറയുകയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവ് കമന്റ് അല്ല, നെഗറ്റീവ് എന്ന് ഞാൻ ഇതിനെ പറയത്തില്ല, ഒരുമാതിരി വൃത്തികെട്ട് വൾഗർ ആയിട്ടുള്ള കമന്റ്സുകളാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അഭിപ്രായം പറയാം, പോസിറ്റീവായിട്ട് അഭിപ്രായം പറയാം, നെഗറ്റീവായിട്ട് അഭിപ്രായം പറയാം, ക്രിട്ടിസൈസ് ചെയ്യാം. ഇതൊക്കെ തന്നെ നല്ല ഭാഷയിലായിരിക്കണം. ഭാഷ മോശമായി കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും അഭിപ്രായം എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. ഇത്തരക്കാരുടെ മെയിൻ ആയുധം എന്ന് പറയുന്നത് ഞാൻ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഉപയോഗിക്കുന്നത്, എൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഞാൻ എടുക്കുന്നത് എന്നങ്ങോട്ടങ്ങ് പറയും. അത് കഴിഞ്ഞ പിന്നെ എല്ലാം ആയല്ലോ. അത് മാത്രമല്ല, നമ്മൾ സ്പോട്ടിൽ പ്രതികരിക്കണം. പ്രതികരിക്കാതെ മിണ്ടാതെ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവർക്കതൊരു ആയുധമാണ്. ഫേക്ക് ID വെച്ചിട്ടായിരിക്കും മിക്ക ആൾക്കാരും ഇങ്ങനെ കമന്റ് ഇടുന്നത്. അവരുടെ ഒരു വിചാരമുണ്ട്, എന്തൊക്കെ വൃത്തികേട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല, പിടിക്കപ്പെടില്ല, പോലീസ് അറസ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആരും പരാതിപ്പെടില്ല, പരാതിപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ പോലീസുകാർ ആക്ഷൻ എടുക്കില്ല എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഇവരിങ്ങനെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ നേരം വെളുക്കുമ്പോൾ തന്നെ നെറ്റും അങ്ങോട്ട് ഓണാക്കും, മറ്റുള്ളവരുടെ കമന്റ് സെക്ഷനിലേക്ക് പോകും, അതിനകത്ത് ആവശ്യമില്ലാത്ത കമന്റുകളൊക്കെ അങ്ങ് ഇടുവാണ്. ചില ആൾക്കാർ ഇനി ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയും, വൃത്തികെട്ട വസ്ത്രം ധരിച്ചിട്ടല്ലേ, മാന്യമല്ലാത്ത രീതിയിൽ വസ്ത്രം ധരിച്ചിട്ടല്ലേ. എന്താണ് ഈ മാന്യത? അതും കൂടി ഒന്ന് പറയാമോ? ഇങ്ങനെ മോശപ്പെട്ട കമന്റുകൾ ഇടുന്നതാണോ മാന്യത? ഈ മാന്യത എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയും പെർസെപ്ഷൻ അനുസരിച്ചിരിക്കും. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി എക്സ്പോസ് ചെയ്തിട്ട് വസ്ത്രം ധരിച്ചിട്ടാണെന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എക്സ്പോസ് ചെയ്യാതെ ശരീരം മുഴുവൻ കവർ ചെയ്ത് വസ്ത്രം ധരിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടുന്നുണ്ട്. എനിക്ക് നേരിട്ടിട്ടുണ്ട്. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കുന്ന വ്യക്തിയല്ല. എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ മാന്യത ഇല്ലാത്ത വസ്ത്രങ്ങളാണെന്ന് എനിക്കിതുവരെയും തോന്നിയിട്ടില്ല. ഓരോ വ്യക്തിക്കും അവരവരുടെ ശരീരത്തിന് ചേരുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അവർ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. അത് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സാണെങ്കിലും അല്ലാത്ത ഡ്രസ്സാണെങ്കിലും അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ്. ഈ മാന്യത എന്ന് പറയുന്നത് നോക്കുന്ന ആളുടെ പെർസെപ്ഷൻ അനുസരിച്ചായിരിക്കും. നമുക്ക് മാന്യതയുള്ളത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് മാന്യത ഇല്ലാത്തതായിരിക്കാം. അതുകൊണ്ട് ഈ മാന്യത എന്ന് പറയുന്ന കാറ്റഗറി അങ്ങ് മാറ്റുക. ഇനി ശരീരം മുഴുവൻ കവർ ചെയ്ത് വസ്ത്രം ധരിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള മോശപ്പെട്ട കമന്റുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അങ്ങനെ പല സ്ത്രീകളോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പം ഇവരുടെ ഒന്നും വിഷയം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു, ശരീരം കാണിച്ച് ഡ്രസ്സ് ധരിക്കുന്നു എന്നുള്ളതല്ല. അവർക്ക് ഇതൊക്കെ ഒരു മാനസിക വൈകൃതമാണ്. മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അങ്ങോട്ട് പിടിക്കത്തില്ല. അപ്പം എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും വൾഗറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് വേദനിക്കുമല്ലോ. അങ്ങനെ മനസ്സ് വേദനിപ്പിച്ച് അതിനകത്തുനിന്ന് സന്തോഷം കണ്ടെത്തുകയാണ്, ആനന്ദം കണ്ടെത്തുകയാണ്. എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരും ഇത്തരത്തിലുള്ള കമന്റുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആൺകുട്ടികൾക്കും ഇപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പം ഇത്തരക്കാരെ നമ്മൾ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്യണം.
പോലീസുകാർ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം. ഇങ്ങനെ സ്പോട്ടിൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ സൈബർ ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക കേസുകളും ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് രൂക്ഷമായിട്ട് പോകും. സൈബർ ഇടങ്ങളിൽ എന്ത് ചെയ്തു കഴിഞ്ഞാലും എന്ത് മോശപ്പെട്ട കാര്യം ചെയ്തു കഴിഞ്ഞാലും ഒരു വിഷയവുമില്ല എന്നുള്ള ധൈര്യത്തിൽ ഇത്തരക്കാർ ഇങ്ങനെ തുടരും, വളർന്ന് പന്തലിക്കും. പിന്നെ അതിനെ വെട്ടി നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അത് മനസ്സിലാക്കി പോലീസുകാരും സൈബർ സെല്ലും അവരൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുകൂടാതെ തന്നെ ഇത്തരം കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നവർ, ഇത്തരം കാര്യങ്ങൾ അനുഭവിക്കുന്നവർ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവരങ്ങ് നിർത്തിയിട്ട് പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത്തരക്കാരുടെ ശല്യം കൂടത്തേ ഉള്ളൂ. നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യണം, പ്രതികരിക്കണം. മിക്കപ്പോഴും ഫേക്ക് ഐ ഡി വെച്ചിട്ടായിരിക്കും ഇത്തരക്കാർ വന്നിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എല്ലാവർക്കും ഇത് എക്സ്പീരിയൻസ്ഡ് ആണ്. ഇനി ഇതിനെ ന്യായീകരിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അനാവശ്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. ഇതൊന്നും അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല, ഇതൊന്നും അത്ര മാന്യമായിട്ടുള്ള കാര്യമല്ല. ഒരു വ്യക്തിയുടെ കമൻറ്റ് സെക്ഷനിൽ ചെന്നിട്ട് വൃത്തികേട് സംസാരിക്കുക. ഞാൻ ഇങ്ങനത്തെ കാര്യം പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയുന്ന ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്, അഭിപ്രായം പറഞ്ഞൂടെ. അവർക്ക് പബ്ലിക്കിൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു കാര്യം ഇടാമെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിക്കായിട്ട് അഭിപ്രായം പറഞ്ഞൂടെ. അഭിപ്രായം പറയാം, ക്രിട്ടിസൈസ് ചെയ്യാം. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ എടുത്ത് നോക്കുക. ഞാൻ ഒരുപാട് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഞാൻ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ മോശപ്പെട്ട രീതിയിൽ, വൾഗറായിട്ടുള്ള രീതിയിൽ ഞാൻ ഇന്നേ വരെ സംസാരിച്ചിട്ടില്ല. വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത്, മാന്യമായ ഭാഷ. അങ്ങനെ നമുക്ക് അഭിപ്രായം പറയാം. അല്ലാതെ ഒരാളെ കീറി മുറിച്ച് മോശക്കാരായിട്ട് ചിത്രീകരിച്ച് വൃത്തികേട് പറഞ്ഞ് വളരെ വൃത്തികെട്ട ഭാഷയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇവരുടെയൊക്കെ അച്ഛനമ്മമാരൊക്കെ ഈ ഭാഷ കാണണം. യോ, എൻ്റെ മകൻ അല്ലെങ്കിൽ മകൾ, പെൺപിള്ളാരും കാണും കേട്ടോ ഇത്തരത്തിലുള്ള മോശപ്പെട്ട കമൻറ്റ് ഇടുന്നവരിൽ. അയ്യോ, എൻ്റെ മകൻ എൻ്റെ മകൾ ഇത്തരത്തിലുള്ള ഭാഷകളാണല്ലോ കമൻറ്റ് സെക്ഷനിൽ പോയി ഇടുന്നതെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാൽ അവർ നെഞ്ചത്ത് കൈവച്ച് പോകും. അത്തരത്തിലുള്ള വാചകങ്ങളൊക്കെയാണ്. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ മോശപ്പെട്ട കമൻറ്റുകളൊക്കെ ഇടുന്നവരെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുക. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല. നമുക്കൊരാളെ ഉപദേശിക്കാം, ഒരാളോട് നമുക്ക് കാര്യങ്ങൾ പറയാം, നമ്മുടെ പെർസെപ്ഷനിലുള്ള കാര്യങ്ങൾ പറയാം. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ഇപ്പോൾ ഒരു സ്ത്രീ ഒരു വസ്ത്രം ധരിക്കുന്നു, ആ സ്ത്രീയോട് നമുക്ക് പറയാം, ആ സ്ത്രീയുടെ കമൻറ്റ് സെക്ഷനിൽ പോയി പറയാം, താങ്കൾ ഇട്ട വസ്ത്രം തനിക്ക് ഒട്ടും ചേരുന്നില്ല, സ്യൂട്ട് ആവുന്നില്ല, മോശമായിട്ടുള്ള വസ്ത്രമാണ്, ഇങ്ങനെയുള്ള രീതിയിൽ പറയാം. പക്ഷെ അങ്ങനെ പറയാൻ പോലും ഒരാൾക്ക് അവകാശമില്ല. കാരണം അത് ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്. അവർക്കറിയാമല്ലോ അവരുടെ ശരീരത്തിട്ടുള്ള വസ്ത്രം അവർക്ക് സ്യൂട്ട് ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്കറിയാം. പിന്നെ അവർക്ക് പ്രിയപ്പെട്ട ആൾക്കാരുണ്ടായിരിക്കും അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ. നിനക്ക് ചേരുന്നില്ല എന്ന് പറയാൻ അത്രയും പ്രിയപ്പെട്ട് നിൽക്കുന്ന, ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവകാശമുണ്ട്. ഇപ്പം എൻ്റെ ഏറ്റവും ബെസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനോട് എനിക്ക് പറയാം, എൻ്റെ അനിയത്തിയാണെങ്കിൽ എനിക്ക് അവരോട് പറയാം. ഇപ്പം എൻ്റെ അമ്മയോട് അച്ഛനോടും അങ്ങനെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ ഉപദേശിക്കാനുള്ള അവകാശമുണ്ട്. അല്ലാത്തവർക്ക് എന്ത് അവകാശമാണുള്ളത്? അപ്പം മാന്യമായിട്ട് കമൻ്റ് ഇടാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇങ്ങനെ മാന്യതയില്ലാതെ മുഖംമൂടി ഇട്ടുകൊണ്ട് കമൻ്റ് ഇടുന്നവരുടെ മുഖം മൂടി വലിച്ചു കീറണം. അവരെ നിയമത്തിന് മുമ്പിൽ എത്തിക്കണം. ശരിക്കും ഇവരെ നിയമത്തിന് മുമ്പിലല്ല എത്തിക്കേണ്ടത്, വല്ല സൈക്കാട്രിസ്റ്റിന് മുമ്പിലുമാണ് എത്തിക്കേണ്ടത്. കാരണം ഇതൊരു കൈൻഡ് ഓഫ് മാനസിക രോഗമാണ്, ഒരു മാനസിക വൈകൃതമാണ്. എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസിക വൈകൃതമാണ്. അപ്പോൾ ഒളിഞ്ഞും മറിഞ്ഞും ഇത്തരത്തിലുള്ള കമൻ്റ് ഇടുന്നവർ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയോ മാനസിക രോഗങ്ങളുണ്ട്. ആ മാനസിക രോഗം ഉള്ളത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ മറ്റുള്ളവരുടെയൊക്കെ കമൻറ്റ് സെക്ഷനൊക്കെ പോയി അവരെ കുത്തി നോവിക്കുന്ന രീതിയിൽ വൾഗറായിട്ട് കമൻ്റ് ഇടുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ഇനി മുതൽ സൈബർ സെൽ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റും.